നമസ്കാരം. കുറച്ച് ഷെയർസിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ സാബു സോഡിയം ക്ലോറോ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി. ഈ കമ്പനി ഒരു കെമിക്കൽ റിലേറ്റഡ് കമ്പനിയാണ്. പക്ഷേ റീസെൻ്റ്ലി ആയിട്ട് അവർ ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി ഫീൽഡിലോട്ടൂടെ ചുവട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ ഓർഡറാണ് ഇന്നത്തെ പറയുന്നത്. മൾട്ടി ബാഗർ പെന്നി സ്റ്റോക്ക് അണ്ടർ 30 ഹിറ്റ് അപ്പർ സർക്യൂട്ട് ആഫ്റ്റർ സൈനിങ് MOAs. MOAs ആണ് മിനിസ്റ്റർ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വർത്ത് Rs 485 crore ഫോർ ദ ഗ്രീൻഫീൽഡ് ഹോസ്പിറ്റാലിറ്റി പ്രോജക്ട്സ് വിത്ത് ഗവൺമെൻറ് ഓഫ് രാജസ്ഥാൻ. ഈ രാജസ്ഥാനിലെ രാജസ്ഥാനിൽ നിന്നൊരു വലിയൊരു ഓർഡർ ഇവർക്ക് കിട്ടിയെന്നുള്ളതാണ്. സാബു സോഡിയം ക്ലോറോ ലിമിറ്റഡ് ഇനീഷ്യേറ്റഡ് എ സ്ട്രാറ്റജിക് ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ ടു ദ ഹോസ്പിറ്റാലിറ്റി സെക്ടർ ബൈ സൈനിങ് 2 significant memorandum of understanding worth 485 crore with the government of Rajasthan. These MOAs will facilitate the government of 2 luxurious greenfield resorts under the brand name Samskara Resorts. The first resort to be located in Udaipur, Rajasthan will require an investment of 400 crore and is expected to create 400 direct jobs. The second resort situated in Jodhpur, Rajasthan will associate with the investment of 85 crore. അങ്ങനെ രണ്ട് ഇതിലൂടെ ഈ കമ്പനിക്ക് ഏകദേശം 489 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടിയെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത വരും വർക്കിംഗ് ദിവസങ്ങളിൽ ഈ ഒരു ഷെയർ പ്രൈസസ് കുറച്ചുകൂടെ ഉയരങ്ങളിലോട്ട് പോകാനുള്ള സാധ്യത നമ്മൾക്ക് കാണേണ്ടിയിരിക്കുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്തത് KC എനർജി ആൻഡ് ഇൻഫ്രാ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. ഷെയർ പ്രൈസസ് ഇന്ന് ഇതിൻ്റെ ഷെയർ പ്രൈസസ് അപ്പർ സർക്യൂട്ടിലാണ് വന്നത്. 330 രൂപയാണ് ഇതിൻ്റെ ക്ലോസിംഗ് പ്രൈസ്. 9.99% ഒരു അപ്പർ സർക്യൂട്ടാണ് ഇത് കണ്ടിരിക്കുന്നത്, കാണാൻ പറ്റും. അപ്പോൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓർഡറാണ് ഇത് പറയുന്നത്. Rs 52,000.59 lakh ഓർഡർ ബുക്ക്, 52,000 ലക്ഷം രൂപയുടെ ഒരു ഓർഡർ ബുക്കാണ് ഈ കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത്. പവർ കേബിൾ കമ്പനി എക്സിക്യൂട്ട്സ് എ ജോയിൻറ്റ് വെഞ്ചർ അഗ്രിമെൻറ്റ് വിത്ത് ജോസ്റ്റ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട്, അതായത് ജോസ്റ്റ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡുമായിട്ടുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറിലൂടെ KC എനർജി ആൻഡ് ഇൻഫ്രാ ലിമിറ്റഡിന് ഏകദേശം 52,000 ലക്ഷം രൂപയുടെ ഒരു ഓർഡർ കിട്ടിയെന്നാണ് ഇത് പറയുന്നത്. സ്ട്രാറ്റജിക് വെഞ്ചർ വിത്ത് ജോസ്റ്റ് എഞ്ചിനീയറിംഗ്. ദ കൊളാബറേറ്റീവ് എഫേർട്ട് ഹാസ് റിസൾട്ടഡ് ഇൻ ഇൻകോർപ്പറേഷൻ ഓഫ് എ ന്യൂ കമ്പനി സൂര്യവായു റിന്യൂവബിൾ ആൻഡ് എനർജി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ദ ജോയിൻറ്റ് വെഞ്ചർ വിത്ത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് Rs 5 lakh aims to capitalize on growing demand of renewable energy solution and infrastructure projects. ഈ ഒരു ഫീൽഡിലൂടെ ഈ കമ്പനി വരുന്നു എന്നുള്ളൊരു കാര്യം, അതായത് റിന്യൂവബിൾ എനർജി അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിലൂടെ ഈ ഒരു കമ്പനിയിൽ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഓർഡറിനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് വേറൊരു കമ്പനി എന്ന് പറയുന്നത് സ്പെക്ട്രം ഫുഡ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. ഈ കമ്പനിക്കും ഏകദേശം 270 കോടി രൂപയുടെ ഓർഡറാണ് ഗവൺമെൻറ് ഓഫ് രാജസ്ഥാനിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ കമ്പനിയുടെ ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് 33 രൂപയാണ്. ഏകദേശം 23 രൂപ 20% ഒരു ഹൈ ആണ് ഇന്ന് ഈ കമ്പനിക്ക് നമുക്ക് പ്രകടമായിരിക്കുന്നത്. അപ്പോൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓർഡർ കിട്ടിയിരിക്കുന്നതും രാജസ്ഥാൻ ഗവൺമെൻറ്റിൽ നിന്നാണ്. രാജസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ ഏകദേശം 220 കോടി രൂപയുടെ ഒരു ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. ഈ കമ്പനി ഒരു ചെറിയ കമ്പനിയാണ്. 793 പിന്നെ എന്താ പറയുക മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണെന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് 3 കമ്പനികൾ. അടുത്തതുമായി ഇത് ബന്ധപ്പെട്ടുള്ള ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. ഒരു സർക്കാർ PSU കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഇന്ന് ഏകദേശം അതിൻ്റെ ക്ലോസിംഗ് പ്രൈസ് 386 രൂപയാണ്. 0.34% ഒരു ചെറിയൊരു അപ്പറാണ് ഇന്ന് പ്രകടമായിരിക്കുന്നത്. അപ്പോൾ ഈ കമ്പനിയുമായിട്ടുള്ള ഒരു ബോണസ് ഇഷ്യൂ ആണ്. IGL ഗെയിൻ ആസ് കമ്പനി അനൗൺസസ് 1:1 ബോണസ്, അതായത് ഒരു ഷെയറിന് ഒരു ബോണസ് എന്നുള്ള നിലയ്ക്കാണ് ഇതിൻ്റെ ഒരു ബോണസ് ഇഷ്യൂ അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി സ്വിഗ്ഗിയുമായി ബന്ധപ്പെട്ടുള്ള സ്വിഗ്ഗി നമുക്കെല്ലാവർക്കും അറിയുന്ന ഫുഡ് ഡെലിവറിങ് കമ്പനിയാണ്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ലോസ് കൊടുക്കുന്നൊരു കമ്പനിയാണെന്നൂടെ ഇതിനെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഈ കമ്പനിയുടെ ഒരു ജസ്റ്റ് ഈ ബ്രോക്കറേജസ് എല്ലാം അവർ കൊടുത്തിരിക്കുന്ന ജസ്റ്റ് ഒരു ബൈങ് റേറ്റ് എല്ലാം കൊടുത്തിരിക്കുന്നു എന്നാണ് ഇതുമായി
ബന്ധപ്പെട്ട് കാണുന്നത്. സ്വിഗ്ഗി ഷെയർ പ്രൈസ് ജംസ് 6%. ആജ് CLSA ഇനിഷ്യേറ്റ് ഔട്ട് പെർഫോം റേറ്റിംഗ് ഓൺ ദ സ്റ്റോക്സ് ഈസ് 32% അപ്സൈഡ്. അപ്പോൾ CLSA എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോക്കറേജ് കമ്പനി ഇവർക്ക് ഒരു 32% അപ്സൈഡ് ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് പ്രെഡിക്റ്റ് ചെയ്യുകയാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ സ്വിഗ്ഗിയുടെ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളോട് നോക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ലോസ് മേക്കിംഗ് കമ്പനിയാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇത് തന്നെ സൊമാറ്റോയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ സൊമാറ്റോ ഫിനാൻഷ്യലി സ്ട്രോങ് ആണ്. സെയിൽസും പ്രോഫിറ്റും എല്ലാം പോസിറ്റീവിൽ വന്നിരിക്കുന്ന ഒരു കമ്പനിയാണെന്ന് കാണാൻ പറ്റും. ഈ കമ്പനി സ്വിഗ്ഗി നെഗറ്റീവിലാണ് ഇപ്പോൾ ഇതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എല്ലാം ഉള്ളതെന്നൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. ഇന്ത്യയിലെ വലിയൊരു റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഒരു ജെഫ്രി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോക്കറേജസ് ഒരു ബൈയിങ് റേറ്റ് കൊടുത്തിരിക്കുകയാണ്. 35% പ്രീ സെയിൽസ് ഗ്രോത്ത് ആണ് അവർ ഇയർ 25 ഫിനാൻഷ്യൽ ഇയർ 25 അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പനിക്കും ഇന്ന് ഏകദേശം ഒരു 1.83% ഒരു അപ്പ് കിട്ടിയിട്ടുണ്ട്. കമ്പനിയുടെ ക്ലോസിംഗ് പ്രൈസ് 2895 രൂപയാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഗോദ്രേജ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി IRB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഇന്ന് ഏകദേശം 0.76% താഴോട്ടായിരുന്നു ഇതിൻ്റെ ഗ്രാഫ് പോയിരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ IRB ഇൻഫ്രാസ്ട്രക്ചർ ഷെയർസ് റാലീഡ് 4% ആസ് ടോൾ കളക്ഷൻ ഗ്രൂ 23% ഇൻ നവംബർ. അതായത് ഇവരുടെ ഒരു ടോൾ കളക്ഷൻസ് 23% ഹൈ ആയി നവംബറിൽ എന്ന് അവരുടെ ഒരു ന്യൂസാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ ഇതും വരും ദിവസങ്ങളിൽ നാളെയൊക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു ഷെയർ പ്രൈസസിൽ ഒരു മുകളിലോട്ടുള്ളൊരു ഗ്രോത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. IRB ഇൻഫ്രാസ്ട്രക്ചർ ട്രസ്റ്റ് ആൻഡ് IRB ഇൻഫ്രാ റിപ്പോർട്ട് റോബസ്റ്റ് 23% year-on-year increase in toll collection for നവംബർ 2024. അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത്. ഇനി അശോക് ലൈലാൻഡ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന വലിയൊരു ഇന്ത്യൻ കമ്പനിയാണ്. അപ്പോൾ മൾട്ടിനാഷണൽ കമ്പനിയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ കമ്പനിയുടെ ക്ലോസിംഗ് പ്രൈസ് 229.10 രൂപയാണ്. 0.1% ഒരു ചെറിയ റാലി ഈ ഒരു ഷെയറിൽ കണ്ടിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബൈയിങ് റേറ്റിംഗ് കൊടുത്തിരിക്കുകയാണ്. മോട്ടിലാൽ ഓസ്വാൾ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. ബൈ അശോക് ലൈലാൻഡ് ടാർഗറ്റ് പ്രൈസ് ഈസ് 255 റുപ്പീസ്. മോട്ടിലാൽ ഓസ്വാൾ ഫിനാൻഷ്യൽ സർവീസസ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ വലിയൊരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് മോട്ടിലാൽ ഓസ്വാൾ. വളരെയധികം പഴയ ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനി ഈ അശോക് ലൈലൻസിന് ഒരു 229 ഇപ്പോൾ ഓൾറെഡി 255 റുപ്പീസിൻ്റെ ഒരു ടാർഗറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരു ബൈയിങ് റേറ്റിംഗ് ഈ മോട്ടിലാൽ ഓസ്വാൾ കൊടുത്തു എന്നുള്ളൊരു കാര്യത്തോടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇതെല്ലാം ഒരു ഷെയർ പ്രൈസസിൻ്റെ ബൈയിങ് ഓർ സെല്ലിങ് റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ നിങ്ങൾ ബൈ ചെയ്യുന്നതിനോ സെൽ ചെയ്യുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ അഡ്വൈസറുടെ അഡ്വൈസ് റിസീവ് ചെയ്തതിന് ശേഷം മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്.